പത്രോസിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ കർത്താവ് അവിടെ പത്രോസ് ശക്തമായി അത് ചിതറിപ്പാർക്കുന്ന സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ് പത്രോസിൻ്റെ ലേഖനം. 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ചിതറിപ്പാർക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടി ജീവിക്കുന്ന ദൈവജനമാണ് അതിൻ്റെ അകത്ത്, അവർക്കുള്ള ലേഖനമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി നാടും വീടും വിട്ട് ഇറങ്ങിപ്പോകുന്ന വിശ്വാസികളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അവിടെ പത്രോസിൻ്റെ അവരെ ബലപ്പെടുത്തുന്ന ചില വാക്കുകൾ എങ്ങനെയാണ്, അവൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ല. എന്നിട്ട് അവിടെ പറയുന്നു, അവനെ ശകരിച്ചവരോട് പകരം ശകരിക്കാതെ ന്യായമായി വിധിക്കുന്നവങ്ങളിലേക്ക് കാര്യം പാരമേൽപ്പിക്കത്രേ ചെയ്തത്. അതുകൊണ്ട് നമുക്കറിയാം, വടക്കേ ഇന്ത്യകളിലും പല സ്ഥലങ്ങളിലും സുവിശേഷ വിരോധികൾ ദൈവജനത്തെ ഇട്ടടിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ അവരെ പേടിച്ചിട്ടല്ല. കാരണം അവരെക്കാളും വലിയ ഗുണ്ടകളായി ജീവിച്ചവരാണ് ഇന്ന് ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ അടിവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ ആരുടെയും മുഖം ഓർത്തിട്ടല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സ്വന്തം ജീവൻ മാനവജാതിക്ക് വേണ്ടി ബലിയാഗമായി സമർപ്പിച്ച നസ്രായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ മുഖം നോക്കിക്കൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് എല്ലാവരും താഴ്മ ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, സുവിശേഷ വിരോധികൾ പേപ്പറിൽ കൊടുത്താൽ പോലും ഒരുത്തനെ പോലും കാണാൻ പറ്റത്തില്ല. കാരണം അടികൊള്ളുമ്പോൾ കയ്യും കാലും ഇല്ലാഞ്ഞിട്ടല്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ നിമിഷം കൊണ്ട് സർവ്വ ലോകത്തിനെയും വെറും വെണ്ണിറക്കാൻ കഴിവുള്ളവനാകുന്ന യേശു ക്രിസ്തു അവൻ പ്രതികരിച്ചോ? ഇല്ല. എന്താ പ്രതികരിക്കാതിരുന്നത്? യേശുവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞില്ലേ, നീ ദൈവത്തിൽ നിങ്ങൾ ക്രൂശിൽ നിറഞ്ഞു വാ, നീ നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളും രക്ഷിക്കും എന്ന് പറഞ്ഞവരോട് സ്തോത്രം രക്ഷിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിതാവിൻ്റെ വാഗ്ദത്തം പോലെ സകല മാനവജാതിയുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, സകലയുടെ ശിക്ഷാവിധികളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനസ്സാൽ എന്ത് ചെയ്തു? തൻ്റെ പിതാവിൻ്റെ വചനപ്രകാരം പ്രവാചകന്മാർ പ്രവചിച്ച വചന നിവൃത്തീകരണ പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കത്രേ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ആയിരിക്കുന്ന സകല സുവിശേഷം പ്രവർത്തനം ചെയ്യുന്ന സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും ഇന്ന് ദൈവദാസന്മാരും ആരോടും മറുപടി പറയാതിരിക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, അരിമരക്ഷനാന്ന യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. എന്താ ചെയ്ത്? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, അന്ന് അവൻ ശകരിച്ചോട് പകരം ശകരിച്ചില്ല. ന്യായമായി വിധിക്കുന്നവനിലേക്ക് കാര്യം പരമേൽപ്പിക്കത്രേ ചെയ്യേണ്ടത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങളൊന്നിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. പിതാവാകുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പിതാവിൻ്റെ പരമേൽപ്പിച്ചപ്പോൾ പിതാവ് സ്തോത്രം മറുപടി പറഞ്ഞതുപോലെ മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആയിരുന്നു. പിതാവ് മറുപടി പറയാൻ തുടങ്ങി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ, നിനക്ക് പ്രതിസന്ധികളും 4 ഭാഗത്തും ശത്രു നിന്നിട്ട് ശക്തമായി പോരാടുന്നെങ്കിലും, നിൻ്റെ കുടുംബത്തിട്ട് പോരാടുന്നെങ്കിലും, തലമുറയിട്ട് പോരാടുന്നെങ്കിലും, നിന്നെ കണ്ണുനീർ കുടിപ്പിക്കുന്നെങ്കിലും, ഒരു വാക്ക് ഞാൻ പറയട്ടെ, ന്യായമായി വിധിക്കുന്ന നസ്രായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നീ സമർപ്പിച്ചു കൊടുത്തോ, സർവശക്തനാകുന്ന ദൈവം മറുപടി പറയാൻ പോകുക. വിശ്വസിച്ചോ? നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുക. ഒരു ശക്തി നിന്റെ മേൽ ഇറങ്ങാൻ പോവുക. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കട്ടെ. ദൈവസ്ഥാനം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിന് മേൽ വ്യാപരിക്കാൻ പോവുക. നിന്റെ തലമുറ മേൽ വ്യാപരിക്കാൻ പോവുക. ദൈവം നിന്റെ സഭയിൽ വ്യാപരിക്കാൻ പോവുക. തൂതേറ്റ് മുറുകെ പിടിക്കുക. ദൈവമഹത്വം കാണുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.